വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 300 ഗ്രാമോളം വരുന്ന ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുഴിമന്തി മസാലയാണിത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ചിക്കനിലിട്ട് ഒന്ന് പുരട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് നേരം നമുക്കങ്ങനെ പുരട്ടി വയ്ക്കാം. നാരങ്ങ നീര് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. അത് ഞാൻ ചെറിയ പീസാക്കി കൈ കൊണ്ട് ഞാൻ ചെറുതാക്കിയതാണിത്. അതിൻ്റെ ഗ്രേവി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ഇടാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ചിക്കൻ്റെ കഷ്ണം ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രേവി മാറ്റി വെച്ചായിരുന്നത്. അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചിരട്ട കത്തിച്ച കറിയാണിത്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത് നമുക്കിത് മൂടിൽ തുറക്കാം. നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഞാനൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം പച്ചമുളക് ഇട്ടിട്ടില്ല. അതുപോലെ മല്ലിയില അരിഞ്ഞിടാം. അപ്പോൾ ഞാനിതൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കട്ടെ. ചപ്പാത്തിയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് മയോണൈസ് ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്കത് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോൾ ഞാനിപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.